എന്നാലും എൻ്റെ അർപ്പിത മോൻ എവിടെ പോയതാ? ഇപ്പൊ എത്ര നേരമായി ഇത്? ആഹാ, മോൻ വന്നല്ലോ. മോനെ കാണാതെ ആന്റി വിഷമിച്ചിരിക്കുമായിരുന്നു. ഇപ്പോഴും ഒന്ന് സമാധാനമായേ. ആന്റി, എന്റെ കൂടെ സുമയ ടീച്ചറുണ്ട്. സുമയ ടീച്ചറെ ഞാൻ സ്കൂട്ടിയിലാണല്ലോ വന്നേ. എന്നിട്ട് സുമയ ടീച്ചർ എവിടെ? സുമയ ടീച്ചറെ കാണുന്നില്ലല്ലോ. നിന്നെ ഇറക്കി വിട്ടിട്ട് ടീച്ചർ പോയോ? ടീച്ചർ അവിടെ തന്നെ നിൽക്കുവാണോ? ഇങ്ങോട്ട് കയറുവാ ടീച്ചറെ. ഞാനും അർപ്പിതും സ്കൂട്ടിയിലാ വന്നേ. കുറച്ച് ലേറ്റായി. ഇക്കാനെ കൂട്ടാൻ വരാന്ന് പറഞ്ഞതാ, പക്ഷെ പിന്നെ മാറ്റി പറഞ്ഞു. അങ്ങനെ കേട്ടോ ലേറ്റായേ. വരുന്ന വഴിക്ക് ഞാൻ ഓന് ചായയെല്ലാം വാങ്ങിക്കൊടുത്തിന്. ഓന്റെ വിശപ്പെല്ലാം ഇപ്പൊ പോയിട്ടുണ്ടാവും. അതൊന്നും പറഞ്ഞാൽ പറ്റൂല. ഇവിടെ വരെ വന്നതല്ലേ, ഇനിയിപ്പോ ഒരു കപ്പ് ചായ കുടിച്ചിട്ട് പോയാൽ മതി. രണ്ടാളും ഇവിടെ ഇരുന്നോണം. പെട്ടെന്ന് പോയിട്ട് ഞാൻ ചായ ഇട്ടിട്ട് ഇപ്പൊ വരാം. മോനെ അപ്പു, ആ ഫോട്ടോ ഇല്ലേ അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ആ ഫോട്ടോ, അത് നീ വരച്ചതാണോ? നല്ല രസമുണ്ട് കേട്ടോ. സുമയ ടീച്ചറിന്റെ സ്കൂട്ടിയാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. അവര് രണ്ടുപേരും എന്നെ കണ്ടിട്ടുണ്ട്. മിക്കവാറും മിനിയോടെല്ലാം പറഞ്ഞിട്ട് കാണും. മിനിയൊന്നും അറിയാതിരുന്നാ മതിയായിരുന്നു. അറിഞ്ഞെങ്കിൽ വലിയ പ്രശ്നമാവും. എന്താണ് നിനക്ക് മൈൻഡ് ഇല്ലാത്ത? ഞാൻ നിന്റെ തന്തയല്ലേ. നിനക്ക് ഞാൻ വരുമ്പോ ഒന്ന് എണീറ്റെങ്കിലും നിന്നൂടെ? അച്ഛനൊരു നല്ല മനുഷ്യനാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്നത്തെ ആ കാഴ്ച അതെല്ലാം തകർത്ത് കളഞ്ഞച്ച. എന്നാലും അച്ഛൻ എങ്ങനെ ഞങ്ങളോട് ഇത് ചെയ്യാൻ തോന്നി? ഞാനും സുമയ ടീച്ചറും വരുന്ന വഴിക്ക് അച്ഛൻ്റെ തനി നിറം കണ്ടു. അച്ഛൻ അവിടെ നിന്ന് കാണിച്ചതെല്ലാം നാട്ടുകാർ മുഴുവനും കണ്ടിട്ടുണ്ട്. ഇനി അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ആരും അച്ഛന് വില തരാൻ പോകുന്നില്ല. നോക്ക്, ഞാനാ നിന്റെ അച്ഛൻ, നീയല്ല എൻ്റെ അച്ഛൻ. അതുകൊണ്ട് അധികം കളിക്കാൻ വരില്ല മോനെ. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടിട്ട് ഇവിടെ നിന്നോ, അല്ലെങ്കിൽ എന്റെ തനി സ്വഭാവം നീ കാണും. മര്യാദയ്ക്ക് നിലക്ക് നിന്നില്ലെങ്കിലുണ്ടല്ലോ അടിച്ച് നിന്റെ പുറം പൊളിക്കാൻ ഇങ്ങോട്ട് വാ, ഞാൻ അങ്ങ് നിന്ന് തരാൻ പോവല്ലേ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. മോനാണെന്നൊന്നും ഞാൻ നോക്കൂല, വെച്ച് തരും ഞാൻ. എൻ്റെ ഈശ്വര, എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? അച്ഛനും മോനും കൂടി തല്ല് കൂടുന്നോ? ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ എൻ്റെ ടീച്ചറെ? നമുക്ക് അങ്ങോട്ട് പോവാം ഡോക്ടറെ. എന്തെങ്കിലും കയ്യബദ്ധം പറ്റിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മടുത്തെനിക്ക്. എത്ര നാളെന്ന് വെച്ചാൽ ഞാൻ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്. കഷ്ടം തന്നെ ഈ വീട്ടിലെ കാര്യം. ഒരു ആന്റി ഉണ്ടായിരുന്നത് പോയപ്പോൾ കുറച്ചെങ്കിലും സമാധാനം കുഞ്ഞിന് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ച്. പക്ഷെ ഇപ്പൊ അതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് ആണല്ലോ നടക്കുന്നത്. എന്നും കരയാനും സങ്കടപ്പെടാനും അടി കൊള്ളാനും മാത്രമാ കുഞ്ഞിന്റെ വിധി. അല്ലാതെ എന്ത് പറയാനാ? സജീവ, നിങ്ങളൊരു മനുഷ്യൻ തന്നെയാണോ? ഈ പാവം മോനോട് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ തോന്നുന്നു? ഈശ്വരൻ എന്നൊരാൾ മുകളിലുണ്ട് സജീവ, അത് ഓർക്കണം നിങ്ങൾ. ഈശ്വരനൊക്കെ അങ്ങ് മുകളില്. ഇതെന്റെ വീട്. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. എൻ്റെ മോനും അവനെ ഞാൻ ചവിട്ടും, അടിക്കും, വേണമെങ്കിൽ കഴുത്തിനരിച്ചങ്ങ് കൊല്ലും. സ്വന്തം മോനെ കൊല്ലുമെന്ന് അവന്റെ മുമ്പിൽ വെച്ച് തന്നെ പറഞ്ഞ നിങ്ങളൊരു അച്ഛനാണോ സജീവ? അച്ഛനെന്ന വിളിക്ക് നിങ്ങൾ യോഗ്യനല്ല, തീർത്തും യോഗ്യനല്ല. സുമയ ടീച്ചറെ, ഇതുകൊണ്ടൊക്കെയാ പറയുന്നത് ആരെയും പൂർണ്ണമായിട്ടും വിശ്വസിക്കരുതെന്ന്. സ്വന്തം മോനെ കൊല്ലാൻ പോലും മടിയില്ലാത്ത ക്രൂരനായൊരു മൃഗമാണ് അയാൾ. അയാളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഇപ്പൊ നടന്നതെല്ലാം മോൻ മറന്നേക്ക്. മോൻ ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. മോന് വേറെ എന്തൊക്കെയുണ്ട് ചിന്തിക്കാൻ. അടുക്കളയിൽ ചായ ഉണ്ടാക്കുമ്പോൾ സുമയ ടീച്ചർ എന്നോടെല്ലാം പറഞ്ഞു. നിങ്ങളെന്ന് കണ്ട കാഴ്ചയെല്ലാം. എൻ്റെ മോൻ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് ഈ ആൻറ്റിക്കറിയാം. മോൻ അതെല്ലാം മറന്നേക്ക്. മോൻ പോയി കുളിച്ചിട്ട് കിടക്കാൻ നോക്ക് കുറച്ചു നേരം. മോനെ, ഞാൻ ഇറങ്ങുവാട്ടോ. ഒന്നും കൊണ്ട് വിഷമിക്കരുത്. ടീച്ചർക്ക് ഒരുപാട് ദൂരം പോകാനുള്ളതല്ലേ, വേഗം ഇറങ്ങിക്കോ. അല്ലെങ്കിൽ നേരം ഒരുപാട് ഇരുട്ടുമല്ലേ വീട്ടിലെത്തുമ്പോൾ. ടീച്ചർ പോയിക്കോ. എന്തിനാ ഈ നരകത്തിൽ നിൽക്കുന്നത്? വെറുതെ ടീച്ചറുടെ സമാധാനം കൂടി കളയാൻ. അമ്മ മരിച്ച പിന്നെ ഇതൊക്കെ ഇവിടെ സ്ഥിരം നടക്കുന്ന കാര്യങ്ങളാ. അതുകൊണ്ട് എനിക്കിതൊന്നും പുതിയതല്ല. നിങ്ങളെ വിഷമിക്കണ്ട കേട്ടോ. കരയല്ലേ മോനെ, ആന്റിക്കും കൂടി വിഷമാവും. മോൻ ചെറുതല്ല, ഇതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പൊ വലിയ വിഷമായിരിക്കും. പക്ഷെ ഇതൊക്കെ ജീവിതത്തിന്റെ തുടക്കം മാത്രമാണ്. ഇനി എത്ര കാലം ജീവിക്കേണ്ട ആളാ എൻ്റെ മോൻ. അച്ഛൻ പണ്ട് തൊട്ടേ മോനോട് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? മോശമായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് ആരും ഇല്ലാത്തപ്പം. പുറമേ നിന്ന് കാണുമ്പോൾ എൻ്റെ അച്ഛൻ ഭയങ്കര പാവമായിരിക്കും. എല്ലാവരും പാവം എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ മാത്രം അനുഭവിച്ചിട്ടുള്ളൂ. അത്രത്തോളം എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛൻ. ശാലിനി ആന്റി ഇവിടെ വരുന്നതിന് മുന്നേ ഞാനും എൻ്റെ അച്ഛനും ഒറ്റയ്ക്കായിരുന്നു. ആ സമയത്തൊക്കെ ഇവിടെ ആരും ഇല്ലായിരുന്നു. ഞാൻ അച്ഛനും മാത്രമേ ഉണ്ടാവുമായിരുന്നുള്ളൂ. ഒരു കാര്യമില്ലാതെ എന്നെ അന്നൊക്കെ അച്ഛൻ അടിച്ചിരുന്ന് തടി സ്കെയിൽ വെച്ചിട്ട് വേദന എടുത്ത് കരയുന്നവരെ എന്നെ അച്ഛൻ അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ ആകെ ഒരു പൊട്ടിത്തെറി കഴിഞ്ഞ ലക്ഷണമാണല്ലോ. സന്തോഷമായി എനിക്ക്. എന്നെ ഇറക്കി വിട്ടിട്ട് ഇവിടെ ആരും അങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട. എന്തായിരുന്നു ആന്റിയുടെ മോൻ്റെ പത്രാസ്. ഇപ്പൊ നിൽക്കുന്ന കണ്ടില്ല രണ്ടുപേരും. രണ്ടാക്കും തന്നെ കണ്ടിട്ട് ഒരു സന്തോഷമില്ലാത്ത കുറെ നാൾ കഴിഞ്ഞല്ലേ ഞാൻ വരുന്നേ. എന്നിട്ടൊരു സന്തോഷം ഇല്ലല്ലോ. നിന്നെ കാണുമ്പോൾ സന്തോഷിക്കാനുള്ള ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. പിന്നെന്താ? സജീവനെ കാണാൻ വന്നതാണെങ്കിൽ കണ്ടിട്ട് പോയിക്കോണം. വലിയ കിന്നാരത്തിനൊന്നും ഇങ്ങോട്ട് വരണ്ട. അവളുടെ ഒരു സജീവൻ ആരോടെന്താ മിണ്ടണ്ടെന്നറിയാത്തൊരു ക്ണാപ്പൻ. ദേ എന്റെ അനിയനെ പറഞ്ഞാലുണ്ടല്ലോ.